ഹലോ ഡിയേഴ്സ്, നമ്മുടെ 5 സ്റ്റാർ സീരീസ് തുടരുന്നു. കോഡുകളും ട്രിക്കുകളും വെച്ചുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾക്ക് മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോഡുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്ന് രാത്രിയും നാളെയും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ലാൻഡ് കൺട്രാക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക: ഇൻ ഡി ബ്ലോക്ക് എലമെന്റ്സ് റേഡിയോ ഓഫ് എലമെന്റ്സ് ഓഫ് ദ തേർഡ് ട്രാൻസിഷൻ സീരീസ് ആർ സിമിലർ ടു ദോസ് ഓഫ് എലമെന്റ്സ് ഓഫ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ് ഗീവ് റീസൺ. അപ്പോൾ ഈ രീതിയിൽ വന്നാലും എന്താണ് ലാൻഡ് കൺട്രാക്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കണം. സെർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും എന്താണ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ദിസ് ഈസ് ഡ്യൂ ടു വാട്ട് എന്ന് ചോദിക്കാം. അപ്പോഴും നിങ്ങൾ ലാൻഡ് കൺട്രാക്ഷൻ എന്ന് മനസ്സിലാക്കണം. ഇനി അത് നിങ്ങൾ ലാൻഡ് കൺട്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾ എങ്ങനെ പറയാ? റെഗുലർ ഡിക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയോ ഓഫ് ലാൻഡ് എലമെന്റ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് മനസ്സിലാക്കി വെക്കണം. അപ്പം അതായത് അത് നിങ്ങൾക്ക് അറിയാലോ, അറ്റോമിക് നമ്പർ കൂടുന്തോറും ലാൻഡ് എലമെന്റ്സിന്റെ റേഡിയസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. അത് എന്തുകൊണ്ടെന്ന് കൂടി ചോദിക്കുമ്പോൾ അതിനകത്ത് ഡ്യൂ ടു പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 4f സബ്ഷെൽ എന്നുള്ളത് നിങ്ങൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ഔട്ടർ ഇലക്ട്രോൺസ് അത് കാരണം പുൾഡ് ഇൻവേർഡ് ആണ്, സോ സൈഡ് ഡിക്രീസസ് എന്നുള്ള പോയിന്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതായത് 4f സബ്ഷെല്ലിന് മറക്കാനുള്ള കഴിവ്, ഷീൽഡിംഗ് എഫക്ട് കുറവാണ്. അപ്പം പുറത്തുള്ള ആളുകൾ, അതായത് ക്ലാസ്സിൽ നടുക്കത്തെ ബെഞ്ചിൽ ചെറിയ കുട്ടികൾ ഇരുന്നാലേ പുറകിലുള്ള ആളുകളെ നല്ലോണം കാണാൻ പറ്റൂലേ, അതേ സംഭവം. അതിനകത്ത് ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്, കോൺസിക്വൻസ് ചോദിച്ചാൽ ഇത് എഴുതി വെക്കുക. സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ഐഡന്റിഫിക്കേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഇവിടെയാണ് ആ കോഡ്. ഇത് നിങ്ങൾക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും പഠിക്കാനേ. അപ്പോൾ ഇതിനകത്ത് ഒരു അടിപൊളി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മൾ FeCr2O4 ഇത് സ്റ്റാർട്ടിങ് നിങ്ങൾ പഠിച്ചു വെക്കണം, ക്രോമേറ്റോർ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക എന്നറിയോ? ഇവിടെ നാക്കോ എന്ന് എഴുതാൻ പഠിക്കുക, നാക്കോ. എന്നിട്ട് 2, 3 എന്ന് കൊടുക്കുക. ഇതൊക്കെ അല്ലേ? ഇത് കണ്ടുകൊണ്ട് 7 ഓക്സിജൻ അവിടെ നിന്നും എന്നും നിങ്ങൾക്ക് ഓർമ്മ വേണം. 7 എന്ത് കൊടുക്കുക? തൊട്ടടുത്ത നമ്പർ 8 കൊടുക്കുക. ഇവിടെ 4 അല്ലേ, 4ന് അപ്പൊ 8ന്റെ പകുതി, 8ന്റെ പകുതി എന്താണ്, 4 അല്ലേ, അത് ഇവിടെ കൊടുക്കുക. അല്ലെങ്കിൽ 4ഉം 4ഉം ആണ് ഇവിടെ എപ്പോഴും വരിക. FeCr2O4 തന്നെയാണ് ഇവിടെ 4. അങ്ങനെ ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 8NO2 ഉണ്ടല്ലോ, ഇത് എഴുതി കഴിഞ്ഞാൽ ഇതിനെവിടെ മാർക്ക് ചെയ്യുക. ഇതിനെ കംപ്ലീറ്റ് അയൺ ആയിട്ട് എന്ത് ചെയ്യുക, അയൺ ഇനി അങ്ങോട്ട് മാറ്റി അവിടുന്ന്. അപ്പൊ എന്തായി, 8Na2 വന്നു. പക്ഷെ ഓൾറെഡി അവിടെ Na2 ആദ്യം വന്നുകൊണ്ട് ഇനി Cr-ന് 2 കൊടുക്കണ്ട, CrO4 എന്ന് എഴുതിയാൽ മതി. ബാക്കി ഇനി Fe 4 ഇല്ലേ, അപ്പൊ അത് 2Fe2 എന്ന് വരും. മനസ്സിലായോ? 2Fe2O3 പ്ലസ് ഇനി എന്ത് വരും, 2Fe2O3 വന്നു. പ്ലസ് ഇനി അവിടെ എന്താ വരുന്നത്, 2Fe2O3 വന്നു. അതോടൊപ്പം തന്നെ ഇനി ബാക്കി നമുക്കറിയാം, ഇവിടെ 8 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അപ്പൊ 8CO2. ഇവിടെ 8 കാർബൺ ഉണ്ട്, ഇവിടെ 8CO2. അത് നിങ്ങൾ അതിനകത്ത് ഓർക്കണം. മെയിൻ ഇതാണ്, ഇത് നിങ്ങൾ മറന്നുപോയത്. ഇനി ഇതിന്ന് 8 എണ്ണത്തിൽ നിങ്ങൾ 2 എണ്ണം അങ്ങോട്ട് എടുക്കാം. Na2CrO4 2 എണ്ണം എടുത്തിട്ട് എന്ത് ചെയ്യുക, 2H+ ആയിട്ട് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യും. അത് അസിഡിക് മീഡിയത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യുക. അപ്പം എന്ത് സംഭവിക്കും, Na2CrO4 എന്താകും, Na2Cr2O7 ആകും. ബാക്കി പിന്നെ ഇവിടെ എന്താ ഉണ്ടാകുക, ഇവിടെ 4 Na ഇല്ല, അപ്പൊ 2 എണ്ണം ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇവിടെ 2Na+ ഉണ്ടാവും. H+ന് പകരം 2Na+ എന്ന് എഴുതുക, പിന്നെ H2O. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, Na2Cr2O7 എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ Na2Cr2O7 എന്ത് സംഭവിക്കും, അതിനകത്ത് KCl ആഡ് ചെയ്യണം. അത് അത്രയേ ഉള്ളൂ. അത് K2Cr2O7 ആക്കണം. അതാണല്ലോ നമുക്ക് ഉണ്ടാക്കേണ്ട സാധനം. അപ്പോൾ ഉണ്ടാക്കേണ്ട സാധനം ഇവിടെ എഴുതി വെക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ K2 ഇതാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പം പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇത് എഴുതി വെച്ചാൽ ബാക്കി, അപ്പൊ ഇവിടെ K വേണം Na2ന് പകരം. അപ്പൊ ഇവിടെ എന്താണ്, 2KCl ആണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. K2Cr2O7 പ്ലസ് അവിടെ എന്ത് വരും, അപ്പൊ 2NaCl വരും. അപ്പൊ ഇത് ഒന്നാകെ നിങ്ങൾക്ക് ഇതിനകത്ത്, പക്ഷെ ഏറ്റവും ഇതിലൊന്നും മറന്നു പോകാതിരിക്കാൻ പാടില്ലാത്ത സ്റ്റെപ്പുകൾ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിനകത്ത് ഏറ്റവും സ്റ്റെപ്പ് ഇതാണ്, FeCr2O4 പ്ലസ് നാക്കോ Na2CO3 പ്ലസ് 7O2. ഇത് നിങ്ങൾക്കറിയാം. എന്നിട്ട് എന്തുണ്ടാകും ഇവിടെ, അവിടെ 8 ഉണ്ട്, 7, 8, 4 നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ. ഇനി 8Na2 വന്നാൽ പിന്നെ CrO4 ആണ്, Cr2 അല്ല. അതിനെ അങ്ങോട്ടേക്ക് എടുക്കുക 2 എണ്ണം. മനസ്സിലായോ? അതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ടാകും, നേരെ Na2Cr2O7 എടുക്കുക. അതിനെ പിന്നെ Na2Cr2O7 ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് നമ്മൾ എന്താണ്, KCl ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ KCl ആണ്, ഇവിടെ H+ ആണ്. അങ്ങനെ വളരെ സിമ്പിളായ സ്റ്റെപ്പിൽ ഇത് ഓർത്ത് വെക്കാൻ പറ്റും. ഇവിടെ അപ്പോൾ എന്താവും, Na2 എന്നുള്ളത് എന്താവും, K2 എന്നാവും. ഇവിടെ KCl വരുമ്പോൾ K2 ഫൈനലി നമുക്ക് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് ഓർത്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് അതിനകത്ത് അടുത്തതിലോട്ട് പോകുമ്പം നമ്മുടെ KMnO4. അപ്പൊ ഇതിൽ മസ്റ്റ് ആയിട്ട് ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. KMnO4ന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കോഡ് ഞാൻ പറഞ്ഞുതരാം. മനോജ് 2 പ്രാവശ്യം മനോജിനോട്
4 ഹിന്ദിക്കാർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കൂ നിങ്ങൾ, മനോജിനോട് 4 പ്രാവശ്യം ഹിന്ദിക്കാർ എന്ത് ചോദിച്ചു? അപ്പോൾ ഇത് ഇവിടെയും എന്തുണ്ട്? ഓക്സിജൻ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം നിങ്ങൾ അവിടെ 7 O2 ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് O2 ആണ്. പിന്നെ ഇവിടെ 2K2 4K ഉണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾ 2K2 എന്നാക്കുക. മനസ്സിലായില്ലേ? 2K2 MnO4 ആവും. ഇവിടെ 4H ഉണ്ട്, അപ്പോൾ 2H2 എന്ന് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഈ ഭാഗം ഇങ്ങോട്ട് എടുത്തിട്ട് 3 MnO4 ഒരു MnO2 ഉണ്ടാവും. ഇവിടെ 2H2 ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇതിനകത്തെ അതായത് കോഡ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരെന്ത് ചെയ്യുക? മനോജ് 2 വട്ടം മനോജിനോട് മനോജിനോട് 4 ഹിന്ദിക്കാർ കോൻഹേ എന്ന് ചോദിച്ചു. ഇത് കണ്ട് ഓക്സിജൻ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4K ഇല്ലേ, അപ്പം എന്താക്കുക? 2K2 എന്നാക്കുക. ബാക്കി എന്താക്കുക? MnO4 ആക്കുക. ഇനി നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? 2K2 MnO4 ആക്കി കഴിഞ്ഞാൽ ഇനി അതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഇനി ഇവിടെ നമുക്ക് ബാക്കിയുള്ളത് ആരാണ്? ഇവിടെ H2O ഉണ്ട്. 2K2 MnO4 ആക്കി കഴിഞ്ഞാൽ 2K2 MnO4 വന്നു. പിന്നെ 4Hന് നമ്മൾ എന്ത് കൊടുക്കുക? 2H2O എന്ന് കൊടുക്കുക. അപ്പൊ സെറ്റായില്ലേ? ശരിയായി. ഇനി എന്ത് ചെയ്യുക? ഈ ഭാഗം ഇങ്ങോട്ടേക്ക് എടുക്കുക, MnO4ന്റെ ഈ ഭാഗം. അപ്പൊ 3 MnO4 2- വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? 4H+ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു MnO2 തിരിച്ചിവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. MnO2 ഉണ്ടാകുന്നുണ്ട്. MnO4 2- എന്താക്കുക? MnO4- ആക്കുക. പ്ലസ് ഇവിടെ അതേപോലെ 2H2O. അപ്പൊ നമുക്കതിന്റെ പ്രിപ്പറേഷൻ ആയി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നുകൂടി വീഡിയോ കണ്ടാൽ മതി, മനസ്സിലായില്ലെങ്കിൽ. പിന്നെ ഇതിനകത്ത് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഫ്യൂസർ. അത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സെയിം ആണ്. MnO2 എന്താണ് നേരത്തെ ചെയ്ത പോലെ ഫ്യൂസർ വിത്ത് KOH, MnO2 + KOH. അപ്പോൾ എന്ത് കിട്ടും? K2 MnO4 എന്ന് പറയുന്നത് ഇവിടെ അയോണുകളാക്കി എഴുതിയാൽ മതി. MnO4 2-. ദെൻ ഓക്സിഡൈസർ വിത്ത് എയർ ഓർ KNO3. അപ്പോൾ MnO4 2- എന്താവും? MnO4- ആവും. അപ്പം കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് എന്താ ചെയ്യുക? MnO2 എടുക്കുക, KOH ആയിട്ട് ഫ്യൂസ് ചെയ്യുക, ഫ്യൂസർ വിത്ത് KOH, ഓക്സിഡൈസർ വിത്ത് ഇൻ പ്രസൻസ് ഓഫ് എയർ ആൻഡ് KNO3. അവിടെ എന്തുണ്ട്? ആ സംഭവം നിങ്ങൾ മറക്കരുത്. ഓക്സിഡൈസർ വിത്ത് എയർ ഓർ KNO3. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റോ എയറോ, അപ്പോൾ അവിടെ നിങ്ങൾ എഴുതി വെക്കും ഓക്സിഡൈസർ വിത്ത് എയർ ഓർ KNO3. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സിമ്പിളാണ്. ഇതെന്താണ് ഇവിടെ ഉണ്ടാകുക? MnO4 2- ആണ്. അതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? MnO4- കിട്ടും. ഇത് ഭയങ്കര സിമ്പിളാണ്, കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. ഓക്കെ. അപ്പം ഇതിനകത്ത് 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആദ്യം പഠിക്കേണ്ട ലാന്തനോട് കൺട്രാക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം KMnO4ന്റെ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ K2Cr2O7ന്റെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ. അപ്പോൾ അത് രണ്ടുമാണ്, അത് 3 എന്നോട് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. മറ്റതൊക്കെ 3 സ്റ്റാർ കാറ്റഗറിയാണ്. മറ്റൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ 5 സ്റ്റാർ പറഞ്ഞു. ഓക്കെ. പിന്നെ തേർഡ് ട്രാൻസിഷൻ സീരീസ് അതിനകത്ത് ഇവർ കളർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കട്ടോ. DD ട്രാൻസിഷൻ ആണ്, അത് മസ്റ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺസ് അബ്സോർബ് വിസിബിൾ ലൈറ്റ് റേഡിയേഷൻ. അപ്പം ഇവർ ഒരു ഡീന്ന് നമുക്കറിയാമല്ലോ, ഈ ട്രാൻസിഷൻ മെറ്റൽസിന് പല ഡീകൾ ഉണ്ടല്ലോ. അപ്പം ഇവർ ഡീന്ന് എന്ത് ചെയ്യും? ഡിയിൽ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഒരു ഡീന്ന് അടുത്ത ഡിക്ക് ചാടാം. അപ്പം DD ട്രാൻസിഷൻ എന്നുള്ള സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക? മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പം ട്രാൻസിഷൻ എലമെന്റ്സിന് കളർ എന്തുകൊണ്ടാണെന്നുള്ള ഈ പോയിന്റ് വിടാൻ പാടില്ല. ഓക്കെ. പിന്നെ ബാക്കി നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഡിന്ന് ഡിക്ക് ചാടുമ്പോൾ അവരെന്ത് ചെയ്യും? ലൈറ്റ് വലിച്ചെടുക്കും, ലൈറ്റിൽ നിന്ന് വേവ് ലെങ്ത് എടുക്കും. അപ്പം ബാക്കിയുള്ള വേവ് കളറാണ് നമുക്ക് കാണാം, ട്രാൻസ്മിറ്റർ. പിന്നെ ഇതിനകത്ത് ഈ ഒരു സംഭവം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ അതിനകത്ത് പറഞ്ഞാൽ മതി. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് മസ്റ്റായിട്ട് ഉണ്ടായാൽ മതി. ഒന്ന് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഒരുപാടുണ്ടാവും. മറ്റൊന്ന് N-1 ഡിയും NSഉം എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ എനർജി ലെവലാണ്. സിമിലർ അല്ല, ചെറിയൊരു സ്മോൾ എനർജി ലെവൽ ഡിഫറൻസേ ഉള്ളൂ. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ എനർജി ഡിഫറൻസ് കാരണം രണ്ടിലെ ഇലക്ട്രോണുകളും എന്ത് ചെയ്യും? ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ള സംഭവമാണ്. പിന്നെ ഇതിനകത്ത് ചോദിക്കാറുണ്ട്, ഫസ്റ്റ് സീരീസിൽ മാംഗനീസ് 7ഉം തേർഡ് സീരീസിൽ ഓസ്മിയുമാണ് മാക്സിമം ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന അത്. അപ്പോൾ ഓസ്മിയോ റുദീനിയം സംഭവങ്ങൾ. അപ്പോൾ അവിടെ തേർഡാണ് ചോദിച്ചത് കേട്ടോ. ഫസ്റ്റ് ചോദിച്ചാൽ മാംഗനീസ് ആണ്. പിന്നെ കളർ, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാൻ അറിയണം. സ്കാൻഡിയം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 21 ആണ്. അപ്പോൾ ആർഗൺ എപ്പോഴും 18 എന്ന് എഴുതണമെന്നില്ല. ആർഗൺ 18 പോകും. ബാക്കി ഫോറസ്റ്റുക്ക് 20, ബാക്കി 1 അങ്ങനെ കൊടുക്കണം അതിൻ്റെത്. അപ്പം അതിന് 3 കളയണം സ്കാൻഡിയത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ കിട്ടും. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ല, അപ്പോൾ അത് കളയടല്ല. പിന്നെ ടൈറ്റാനിയം 22 ആണ്. 22 എന്ന് പറഞ്ഞാൽ 18 ഇവിടെ എഴുതണമെന്നില്ല കേട്ടോ. ആർഗൺ 18 പോയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഫോറസ്റ്റ് 20, ബാക്കി 22 കണ്ടില്ലേ? അപ്പോൾ അത് 4 കളയാം. അപ്പോൾ 4 കളഞ്ഞാൽ ഇങ്ങനെ വരും, നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. ടൈറ്റാനിയം 3+ ആണെങ്കിലോ അതും ഇങ്ങനെ തന്നെ. അപ്പം അതിനകത്ത് ഇനി ക്രോമിയത്തിന്റെ കേസ്. അപ്പോൾ ടൈറ്റാനിയം 3+ അവിടെ ഒരു ഇലക്ട്രോൺ ബാക്കി, ഒരു ഇലക്ട്രോൺ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ടൈറ്റാനിയം 3+ ആകുമ്പോൾ 4+ ഒന്നുമില്ല. അപ്പോൾ ഇത് കളയടാണ്. പിന്നെ Cr3+ എന്താണ്? അത് ക്രോമിയത്തിന്റെ എക്സ്ട്രാ കോൺഫിഗറേഷൻ നിങ്ങൾ 3D5 4s1 +1 പഠിക്കുന്നതാണ്, അത് പഠിക്കണം.
ഹാഫ് ഫിൽ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലും അപ്പോൾ 3 അൺപെയ്ഡ് ഡീലല്ല ഇവിടെ എസ് നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക, കളേഡാണ് അപ്പോൾ അത്. പിന്നെ മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴും കോൺഫിഗറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാനുള്ള സംഭവം പഠിക്കണം. 25 എന്ന് പറഞ്ഞാൽ എങ്ങനെ, ആർഗൺ 18, ഫോറസ്റ്റ് 20, ബാക്കി 3d5. അത് ആ സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 5 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ ഡീല്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റ് √10 × n+2. അപ്പോൾ അതിൽ കൊടുക്കുക. ബോർ മാഗ്നറ്റോൺ എന്നതിന്റെ യൂണിറ്റ് എഴുതാൻ മറക്കണ്ട. പിന്നെ Cr2+ എന്തുകൊണ്ട് റെഡ്യൂസിംഗ് ആണ്, Mn3+ എന്തുകൊണ്ട് ഓക്സിഡൈസിംഗ് ആണെന്ന് പറഞ്ഞാൽ Cr2+ന്റെ കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3d4 ആണ്. അപ്പോൾ അവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നിങ്ങൾക്ക് അറിയാലോ, Eg-യും T2G-യും ആകുന്ന സമയത്ത് T2G-യിലേക്ക് അവിടെ എന്താണ് ഇലക്ട്രോണുകൾ ഹാഫ് ഫിൽഡ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നിനെ കളയും. അത് കുറച്ച് അതിനകത്ത് കോൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് സംഭവം. മാംഗനീസിന്റെ കേസിൽ പക്ഷേ ഇവിടെ 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒന്നുകൂടി കിട്ടിയ ഹാഫ് ഫിൽഡ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒന്നും വാങ്ങും. അപ്പോൾ അത് ഓക്സിഡൈസിങ് ആണ്. മറ്റേതെന്തോ കൊടുക്കും. കാരണം ഇവിടെ ഇത് പോയാൽ എന്താണ് ഹാഫ് ഫിൽഡ് ആവും, 3 ആവും ഈ T2G-യിൽ. അപ്പോൾ അത് കൊടുക്കും. അപ്പോൾ അതെന്താണ് റെഡ്യൂസിങ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത്. അപ്പോൾ അടുത്ത വീഡിയോസ് നമ്മൾ ഓർഗാനിക്കിന്റെ ട്രിക്കും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.